You can learn English through shorts. Firstly, present tense, subcharacterized by simple present tense. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഹാബിച്വൽ ആക്ഷൻസ് പറയാനും അൺചേഞ്ചിങ് സിറ്റുവേഷൻസ്, ജനറൽ ട്രൂത്ത്സ്, ഫിക്സഡ് അറേഞ്ച്മെൻറ്റ്സ്, യൂണിവേഴ്സൽ ട്രൂത്തൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇതിൻ്റെ സ്ട്രക്ചർ പറഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് ഡു ഓർ ഡസ് പ്ലസ് V1 ഫോം ഓഫ് ദ ബേസ് ഫോമാണ്. ഫസ്റ്റ് എക്സാമ്പിൾ, ഐ വാക്ക് ടു സ്കൂൾ. ഞാൻ സ്കൂളിലേക്ക് നടക്കുന്നു. ഷി വാക്സ് ടു സ്കൂൾ. അവൾ സ്കൂളിലേക്ക് നടക്കുന്നു. ദെൻ നെഗറ്റീവ് സബ്ജക്റ്റ് പ്ലസ് ടു ഓർ ഡസ് നോട്ട് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ്. അതിൻ്റെ എക്സാമ്പിളാണ് ഐ ഡു നോട്ട് വാക്ക് ടു സ്കൂൾ. ഐ ഡോണ്ട് വാക്ക് ടു സ്കൂൾ അങ്ങനെയും പറയാം. ഐ ഡോണ്ട് വാക്ക് ടു സ്കൂൾ. ഞാൻ സ്കൂളിലേക്ക് നടക്കുന്നില്ല. ഷി ഡസ് നോട്ട് വാക്ക് ടു സ്കൂൾ. അവൾ സ്കൂളിലേക്ക് നടക്കുന്നില്ല. ഷി ഡസ് നോട്ട് വാക്ക് ടു സ്കൂൾ. അവൾ സ്കൂളിലേക്ക് നടക്കുന്നില്ല. ഷി ഡസൻറ്റ് ലൈക്ക് സ്പൈസി ഫുഡ്. ഷി ഡസൻറ്റ് ലൈക്ക് സ്പൈസി ഫുഡ്. അവൾ കാര്യമുള്ള ഭക്ഷണം ഇഷ്ടപ്പെടുന്നില്ല. അവൾക്ക് സ്പൈസി ഫുഡ് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നതാണ്. ദേ ഡോണ്ട് പ്ലേ ഫുട്ബോൾ. ദേ ഡോണ്ട് പ്ലേ ഫുട്ബോൾ. അവർ ഫുട്ബോൾ കളിക്കില്ല. ദെൻ നെക്സ്റ്റ് ആയിട്ട് വരുന്നതാണ് ഇൻട്രോഗേറ്റീവ്. അതിൽ ഡു ഓർ ഡസ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ്. അതാണ് അതിൻ്റെ സ്ട്രക്ചറായിട്ട് വരുന്നത്. എക്സാമ്പിൾ നോക്കാം. ഡു യു വാക്ക് ടു സ്കൂൾ? ഡു യു വാക്ക് ടു സ്കൂൾ? ഡു യു വാക്ക് ടു സ്കൂൾ? നീ സ്കൂളിലേക്ക് നടക്കുമോ? അതെങ്ങനെ ചോദിച്ചാൽ ഡു യു വാക്ക് ടു സ്കൂൾ? ഡു യു വാക്ക് ടു സ്കൂൾ? ഡസ് ഹി വാക്ക് ടു സ്കൂൾ? ഡസ് ഷി വാക്ക് ടു സ്കൂൾ? അവൾ സ്കൂളിലേക്ക് നടക്കുമോ? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? നീ ഇംഗ്ലീഷ് സംസാരിക്കുമോ? ഡസ് ഹി വർക്ക് ഹിയർ? ഡസ് ഹി വർക്ക് ഹിയർ? അവൻ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടോ? ദെൻ ഹാബിച്വൽ ഓർ റുട്ടീൻസ് അതിന് യൂസേജുകളെന്ന് വെച്ചാൽ അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഹി ഈറ്റ്സ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 7 AM every day. He eats breakfast at 7 AM every day. അവൻ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു എന്ന്. അങ്ങനെ പറയാന്ന് വെച്ചാൽ he eats breakfast at 7 AM every day. Then next, he goes to the gym every day. He goes to the gym every day. അവൻ എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്നു. They read the newspaper every morning. They read the newspaper every morning. അവർ എല്ലാ രാവിലെയും പത്രം വായിക്കുന്നു. I read the newspaper every morning. I read the newspaper every morning. ഞാൻ ഓരോ രാവിലെയും പത്രം വായിക്കുന്നു. എല്ലാ രാവിലെയും ഞാൻ പത്രം വായിക്കുന്നു എന്നാണ്. She goes for a walk every evening. She goes for a walk every evening. അവൾ എല്ലാ സായനവും നടക്കാൻ പോകുന്നു. എല്ലാ ഈവനിങ്ങും നടക്കാൻ പോകുന്നു എന്നാണ്. ദെൻ ജനറൽ ട്രൂത്തുകളൊക്കെ ഉണ്ട്. യൂണിവേഴ്സൽ ട്രൂത്ത് എല്ലായ്പ്പോഴും ശരിയുള്ള വസ്തുക്കൾ, ആ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. വാട്ടർ ബോയിൽസ് അറ്റ് 100 Celsius. വാട്ടർ ബോയിൽസ് അറ്റ് 100 Celsius. വെള്ളം 100 ഡിഗ്രി സെൽഷ്യസിൽ ആവുന്നു എന്നാണ്. ദെൻ the sun rises in the east. The sun rises in the east. സൂര്യൻ